പെൺകുട്ടികൾ പഠിക്കരുത്, പെൺകുട്ടികളെ പഠിപ്പിക്കരുത്, പെൺകുട്ടികളെ പഠിപ്പിക്കാത്ത മ്ലേച്ഛന്മാരാണ് ഇവറ്റകൾ, അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു സ്ഥാപിക്കണം. നടക്കണില്ല. പെൺപിള്ളരെയാണ് ഇവർ പഠിപ്പിക്കാൻ വിടുന്നത്. അതൊരു പ്രശ്നം. ആണുങ്ങൾ കച്ചവടങ്ങളിലും അത്യാധി കാര്യങ്ങൾ ബിസിനസ്സിലൊക്കെ അങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ പെൺകുട്ടികൾ പഠിക്കുന്നു, അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടുന്നു, ഇവർ ഡെവലപ്പ് ആകുന്നു. സ്ത്രീക്ക് വിദ്യാഭ്യാസം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി അത് വലിയ പ്രശ്നമാണ്. ഒരു സ്ത്രീ പഠിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? അടുത്ത സൊസൈറ്റി അവളിൽ കൂടെ വരിക. അമ്മയാണേ മക്കളെ തീർച്ചയായിട്ടും ബോധമുള്ളവരായിട്ട് വളർത്തും. ആ ബോധം കുഞ്ഞുങ്ങൾക്കുണ്ടാകും. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അറിയുന്ന ഈ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ പ്രശ്നം. നാളെ അവർ രാജ്യം വേണോലും ഭരിക്കും. അയ്യോ അതപ്പോ ശരിയാവത്തില്ലല്ലോ, അവർ വരത്തന്മാരല്ലേ, അവർക്ക് രാജ്യഭരണമൊക്കെ കൊടുക്കാൻ പാടുണ്ടോ? രാജ്യം നമ്മുടേതല്ലേ, അവരിവിടെ വന്നൊട്ടികളല്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു വിഭാഗം കാസ ടീം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇപ്പോ കാസ ടീമിന്റെ ഒരു അജണ്ടയുണ്ട്. ഏറ്റവും കൂടുതൽ കയ്യേറുന്നത് ആരാണ്? ഈ വിഭാഗമാണ്. ഏറ്റവും കൂടുതൽ മതം മാറ്റുന്നത് ആരാണ്? ഈ വിഭാഗമാണ്. പക്ഷേ അവർക്കത് പബ്ലിക്കിൽ കൊണ്ടുവരാൻ പാടില്ല. അവർക്കത് ആരെ കൊണ്ടുവന്ന് നിർത്തിക്കണം? ഈ വിഭാഗം ഇസ്ലാം മത വിശ്വാസികളെ കൊണ്ടുവന്ന് നിർത്തിക്കണം. ഇവർ തന്നെ പറയുന്നു, ജാതീയത, വർഗീയത, മതദ്വേഷം, മതപഠനം, മതത്തിനകത്തുള്ള സാധനങ്ങളൊക്കെ തീവ്രമായിട്ടുള്ളത് മുസ്ലിംസിനാണ്. ആണോ? കുട്ടനാടുകളെ തമ്മിൽ തെളിയിക്കുന്ന ഒരു രീതിയുണ്ട്. RSSകാരെ നമ്മളെ ഇട്ടങ്ങ് ഇടിപ്പിക്കും. RSSകാരാണ് ഹിന്ദുമത വിശ്വാസികളാണ്, തീവ്ര ഹിന്ദുമത വിശ്വാസികളാണ് RSSകാർ. അവരും മുസ്ലിങ്ങളുമായിട്ട് അടിയായി. ഇവർ തമ്മിൽ ഇടികൂടുമ്പോൾ നമുക്ക് ഇടയിൽ കൂടെ വലിച്ചൂരിക്കൊണ്ട് ഓടിക്കൊണ്ട് പോവാം. അതാണ് ഇവരുടെ ഒരു ടാർഗറ്റ്. കാസ അതിനകത്ത് വിജയിച്ച് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് സെക്യൂർ ആകാൻ, നമ്മളുടെ സമുദായത്തിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ സമുദായത്തിൽ ഉണ്ടാകാൻ പറ്റുന്ന മോശമായ ഒരു ഇമ്പാക്റ്റ് അത് തടയാൻ ബുദ്ധിപരമായ നീക്കങ്ങൾ ഉണ്ടാകണം. 140 കുട്ടികൾ അവിടെ ഉണ്ട്. അതിലൊരു കുട്ടിക്ക് മാത്രമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമുദായത്തിനെയാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ 140 കുട്ടികളും അവിടുന്ന് വിഡ്രോ ചെയ്യണം. മാറി ചിന്തിക്കണം, ഇറങ്ങി കൊടുക്കണം, പോകരുത്, ബോയ്ക്കോട്ട് ചെയ്യണം. സമരമുറകളാണ്, ജനാധിപത്യ രാജ്യമാണ്. നമ്മളൊരു ഗവൺമെന്റ് സെക്ടറിൽ പോകുമ്പോൾ നമ്മളൊരു ഈ നിഷ്ഠയൊന്നും പറയുന്നില്ലല്ലോ. നമ്മൾ തലയിൽ തട്ടോട്ടുകൊണ്ട് പോയി പഠിച്ചവരല്ലേ, നെറ്റിയിൽ കുറിയിട്ടുകൊണ്ട് പോയി പഠിച്ചവരല്ലേ. എന്താ വ്യത്യാസം? ആർക്കായിരുന്നു വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ക്രിസ്മസ് ആഘോഷിക്കുന്നു, ഓണം ആഘോഷിക്കുന്നു, പെരുന്നാൾ ആഘോഷിക്കുന്നു. എന്താ പ്രശ്നം? ഈ വ്യത്യസ്തത പറയുന്നവനെ നീക്കി നിർത്താൻ നമ്മൾ പഠിക്കണം. ആ വ്യത്യസ്തത പറഞ്ഞത് ഈ റീത്ത സ്കൂളാണെങ്കിൽ അവരെ നീക്കി നിർത്തണം. മാറ്റാര് ചെയ്തില്ലെങ്കിൽ നമ്മളത് ചെയ്യണം. ആ 140 മാതാപിതാക്കളും തിരിച്ചു ചിന്തിക്കണം. വിടരുത്, പോകരുത്, കുട്ടികളെ മാറ്റി സ്കൂളിൽ ചേർക്കണം. നിങ്ങളെങ്കിലും ചെയ്യണം. അത് നിങ്ങൾ ഈ സമുദായത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു മഹത് കാര്യമായിരിക്കും. അതങ്ങനെ പാടുള്ളൂ, വിട്ടുകൊടുക്കരുത്. നമുക്ക് സൗകര്യമില്ല പഠിക്കാൻ, പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതൊരു ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ നമുക്ക് തട്ടിക്കേൾക്കാം. പക്ഷേ മാനേജ്മെന്റ് സ്കൂളാകുമ്പോൾ അവർക്ക് അവരുടേതായ ചട്ടവട്ട രീതികളുണ്ടാകും. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, നമ്മൾ അവിടെ വിടുന്നില്ല. പക്ഷേ ഇത്രയധികം മോശപ്പെട്ട രീതിയിൽ അവഹേളന പരാമർശങ്ങൾ നടത്തി ഒരു സമുദായത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് ആ സ്കൂളിൽ നമ്മുടെ സമുദായത്തിലെ ഒരു കുഞ്ഞു പോലും പഠിക്കരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഒരു കാരണവശാലും വിടരുത്. ഒരു സമുദായത്തിനെ അപരവൽക്കരിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്ന ഒരു വൃത്തികെട്ട സ്ഥാപനമാണ് അത് എന്ന് നിങ്ങളെങ്കിലും കാണിച്ചു കൊടുക്കണം. കുട്ടികളുടെ TC എമർജൻസി ആയിട്ട് വാങ്ങി മറ്റു സ്കൂളുകളിൽ ചേർക്കണം.